നമസ്കാരം. ജീവിതത്തിലെ സകല ദുരിതങ്ങൾ മാറുവാനും ജീവിതത്തിൽ ദേവിയുടെ അനുഗ്രഹത്താൽ ഉയർച്ച നേടുവാനും ഭാഗ്യം നിറയുന്നതായ ദിവസമാണ് നാളെ. ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞു വരുന്ന അവസാന വെള്ളിയും തൃക്കാർത്തികയുമാണ് നാളെ. മനസ്സിലെയും വീട്ടിലെയും സകല ദുരിതങ്ങളും തിന്മകളും ഇത്തരത്തിൽ വിളക്കുകൾ കത്തിച്ചാൽ ഭഗവതി ഇല്ലാതാക്കും എന്നാണ് വിശ്വാസം. സന്ധ്യാസമയങ്ങളിലാണ് ക്ഷേത്രങ്ങളിലും വീടുകളിലും ഭക്തർ വിളക്ക് തെളിയിക്കുന്നതും. മനസ്സിലെയും വീട്ടിലെയും സകല ദോഷങ്ങളും തിന്മകളും ഇത്തരത്തിൽ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ദേവി ഇല്ലാതാക്കുക തന്നെ ചെയ്യും എന്നാണ് വിശ്വാസം. അഗ്നി നക്ഷത്രമാണ് കാർത്തിക. ഇത് ജ്ഞാനത്തിന്റെയും ആഗ്രഹ സാഫല്യത്തിന്റെയും പ്രതീകം കൂടിയാകുന്നു. തൃക്കാർത്തിക ദിവസം ദേവിയുടെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകും എന്നാണ് വിശ്വാസം. തൃക്കാർത്തിക ദീപം തെളിയിക്കുന്ന വീടുകളിൽ മഹാലക്ഷ്മി വസിക്കും എന്നും ഐതിഹ്യം പരാമർശിക്കുന്നതാകുന്നു. ദുർഗാ ക്ഷേത്രങ്ങളിൽ എല്ലാം തന്നെ അന്ന് വിശേഷമാകുന്നു. കേരളത്തിൽ ആറ്റുകാൽ, ചോറ്റാനിക്കര, കൊടുങ്ങല്ലൂർ തുടങ്ങിയ ഭഗവതി ക്ഷേത്രങ്ങളിൽ അന്ന് വിശേഷാൽ ചടങ്ങുകൾ നടന്ന് കാണാറുണ്ട്. വെള്ളിയാഴ്ചയും തൃക്കാർത്തികയും ഒരുമിച്ച് വരുന്നു എന്ന പ്രത്യേകതയുണ്ട്. അതിനാൽ അപൂർവങ്ങളിൽ അത്യപൂർവമായ ദിവസം. സാമ്പത്തിക ദുരിതങ്ങൾ തീരുവാൻ, ഉത്തമ പരിഹാരം ചെയ്യുവാൻ സാധിക്കുന്നതായ ദിവസം. നാളെ നാം വീടുകളിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അവസാന വെള്ളി. വൃശ്ചികത്തിലെ അവസാന വെള്ളി വളരെയേറെ പ്രാധാന്യം വന്ന് ചേരുന്നതായ ദിവസം. വീടുകളിൽ ഈശ്വരാധീനം നിറയുന്നതായ ദിവസം. നാളെ ചുവന്ന അല്ലെങ്കിൽ പച്ച വസ്ത്രം അണിയുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. വീടും പരിസരവും വൃത്തിയായി തന്നെ വയ്ക്കുന്നതിലൂടെ ജീവിതത്തിൽ തടസ്സങ്ങൾ മാറി ഉയർച്ച കൈവരിക്കുവാൻ സാധിക്കുന്നതായ ദിവസം. അടുക്കളയിൽ, പ്രധാന കിടപ്പുമുറിയിൽ, പൂജാമുറിയിൽ വൈകുന്നേരം മഞ്ഞൾ അല്ലെങ്കിൽ ഉപ്പ് ജലം തളിക്കുവാൻ നിങ്ങൾ മറക്കാതിരിക്കുക. ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ്. അടുക്കള അടയ്ക്കുന്നതിന് മുൻപ് വൃത്തിയായി തന്നെ വയ്ക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ ഒന്ന് തുടയ്ക്കുന്നത് ഏറ്റവും ഉത്തമമായി തീരും. ഒരു ഗ്ലാസിൽ ശുദ്ധജലം, അതോടൊപ്പം അല്പം ചോറ് നാളെ പാത്രത്തിൽ വയ്ക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ചോറ് മൂടി വയ്ക്കണം. ഗ്ലാസ്സിലെ വെള്ളവും മൂടി വയ്ക്കേണ്ടത് അനിവാര്യമാകുന്നു. പിറ്റേന്ന് ഇവ പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ നിങ്ങൾക്ക് നൽകാവുന്നതുമാണ്. നിത്യവും ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. എങ്കിലും തൃക്കാർത്തിക നാളിൽ ഇങ്ങനെ ചെയ്താൽ അത് സന്താനങ്ങൾക്ക് ഉയർച്ചയും കുടുംബത്തിന് ഭാഗ്യവർഷവുമായി മാറും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. അതിനാൽ തീർച്ചയായും ഈ കാര്യവും നാളെ വീടുകളിൽ ഏവരും ചെയ്യുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നാളെ വിളക്ക് തെളിയിക്കുന്നതായ സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാകുന്നു. നാളെ പ്രധാനമായും ഭദ്രദീപമാണ് തെളിയിക്കേണ്ടത്. നെയ്വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ഉത്തമമായി തീരും. കുളിച്ച് ശുദ്ധിയോടെ മാത്രമേ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ പാടൂ. അതായത് ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുകയാണ് എങ്കിലും കുളിച്ചതിന് ശേഷം തന്നെ വിളക്ക് വയ്ക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ വെള്ള ശംഖുപുഷ്പം ഈ സമയം ദേവിക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാകുന്നു. ഇനി ഇപ്രകാരം നിങ്ങൾക്ക് സമർപ്പിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും വൈകുന്നേരമാണ് എങ്കിലും വിളക്ക് തെളിയിക്കുമ്പോൾ ദേവിക്ക് സമർപ്പിക്കുവാൻ മറക്കാതിരിക്കുക. വെള്ള അല്ലെങ്കിൽ നീല ശംഖുപുഷ്പമാണ് എങ്കിലും ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും അകന്ന് പോവുക തന്നെ ചെയ്യും. എന്നാൽ നെയ്വിളക്ക് തെളിയിക്കുക എന്ന കാര്യത്തിന് പ്രാധാന്യം നൽകണം. സാധിക്കാത്തവർ നിങ്ങൾ എപ്രകാരമാണോ വിളക്ക് തെളിയിക്കുന്നത് അത്തരത്തിൽ വിളക്ക് തെളിയിക്കുക. ശുഭവസ്ത്രം അണിഞ്ഞുകൊണ്ടാണ് വിളക്ക് തെളിയിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ നാളെ തുളസിക്ക് ജലം അർപ്പിക്കുന്നതും വിശേഷം തന്നെയാകുന്നു. പ്രത്യേകിച്ചും പകൽ ഇപ്രകാരം വിളക്ക് തെളിയിച്ചതിന് ശേഷം തുളസിക്ക് ജലം അർപ്പിക്കുകയും തുളസിയെ വലം വയ്ക്കുകയും ചെയ്യുന്നത് വിശേഷം തന്നെയാകുന്നു. കൂടാതെ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ നാളെ വിളക്ക് തെളിയിക്കുമ്പോൾ ഒരു കാര്യത്തിന് പ്രാധാന്യം നൽകണം. വിളക്കിൽ ഒരു ഏലക്കയിട്ട് വിളക്ക് തെളിയിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഇപ്രകാരം നിങ്ങൾ വിളക്ക് തെളിയിക്കുകയാണ് എങ്കിൽ
ആ വീടുകളിൽ ഐശ്വര്യവും സൗഭാഗ്യവും നിറയുന്നതാണ്. പ്രത്യേകിച്ചും ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ കാലാകാലം നിലനിൽക്കുന്നതിന് സഹായകരമായി തീരും. ഇന്ന് മാത്രമല്ല, എല്ലാ വെള്ളിയാഴ്ചയും വിളക്ക് തെളിയിക്കുന്നതായ സമയത്ത് ഒരു ഏലയ്ക്ക് കൂടിയിട്ട് വിളക്ക് തെളിയിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ സൗഭാഗ്യവും ഐശ്വര്യവും ഇരട്ടിക്കുന്നതാണ്. സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുന്നതായ സമയത്താണ് എങ്കിലും ഇപ്രകാരം ചെയ്യാം. കൂടാതെ നാളെ വിളക്ക് തെളിയിക്കുന്നതിന് മുൻപ് പൂജാമുറിയിലെ ചിത്രങ്ങൾ അല്പം പച്ചക്കർപ്പൂരമിട്ട ജലത്തിൽ തുടയ്ക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. പ്രധാന വാതിലും ഇപ്രകാരം തുടച്ചതിന് ശേഷം സ്വസ്തിക ചിഹ്നം വരയ്ക്കുകയാണ് എങ്കിൽ അത് സൗഭാഗ്യം നിറയ്ക്കുന്നതിന് സഹായകരമായി തീരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്വിച്ച് വേർഡുമായി ബന്ധപ്പെട്ടാകുന്നു. ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാനും ഭാഗ്യം തുറക്കുവാനും അനുകൂലമാകുവാനും ഈ വാക്ക് നാളെ സന്ധ്യയ്ക്ക് പറയുന്നത് ഏറ്റവും ഉത്തമമായി തീരും. 108 സാധിക്കുന്നവർ പറയുക. അതല്ല എങ്കിൽ 11 തവണയെങ്കിലും പറയുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മന്ത്രം ഇപ്രകാരമാകുന്നു: ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മയേ നമഃ. ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മയേ നമഃ. ഓം ശ്രീം ഹ്രീം ക്ലീം ശ്രീ സിദ്ധലക്ഷ്മയേ നമഃ. ഈ മന്ത്രം തീർച്ചയായും നിങ്ങൾ ഞാൻ ഈ പരാമർശിച്ച രീതിയിൽ തന്നെ ജപിക്കുവാൻ ശ്രമിക്കുക. വിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് ജപിക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. എന്നാൽ മാത്രമാണ് പൂർണ്ണഫലം നിങ്ങൾക്ക് ലഭിക്കൂ. ശരീരശുദ്ധിയും മനഃശുദ്ധിയും അനിവാര്യം തന്നെയാകുന്നു. ശുഭവസ്ത്രം അണിഞ്ഞ് ജപിക്കുവാൻ ശ്രമിക്കുക. കൂടാതെ ആർത്തവമുള്ളവരും പുലവാലായ്മ ഉള്ളവരും ഈ നാമം ജപിക്കുവാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഇതിനുശേഷം നിങ്ങൾക്ക് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്താവുന്നതാണ്. അതായത് ആർത്തവം കഴിഞ്ഞ് പുലവാലായ്മ കഴിഞ്ഞതിന് ശേഷം തീർച്ചയായും നിങ്ങൾക്ക് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതായ ഒരു വഴിപാട് നടത്തുന്നതും ഉത്തമമായി തീരും. തീർച്ചയായും ഈ കാര്യങ്ങൾ ഏവരും വീടുകളിൽ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ദേവിയുടെ അനുഗ്രഹത്താൽ നാൾക്ക് നാൾ സൗഭാഗ്യം ഇരട്ടിക്കുക തന്നെ ചെയ്യും. ധനപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഞാൻ ഈ പരാമർശിക്കുന്ന രീതിയിൽ ഈ മന്ത്രം ജപിക്കുക. 1 രൂപ നാണയം കയ്യിൽ കരുതിയതിന് ശേഷം വലത് കൈയിൽ കരുതിയതിന് ശേഷം ഈ മന്ത്രം വിളക്കിന് മുൻപിൽ ഇരുന്ന് ജപിക്കുക. ശേഷം ഈ നാണയം പണം സൂക്ഷിക്കുന്ന ഇടത്ത് നിങ്ങൾ വയ്ക്കുക. ഒരിക്കലും ചിലവാക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പണം ആഗ്രഹിക്കുന്ന നേരത്ത് നിങ്ങളുടെ കൈവശം വന്നു ചേരും. ഒരു തുണി വിരിച്ചതിന് ശേഷം പായയിലിരുന്ന് ഈ മന്ത്രം ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മുടക്കം വരാതെ ഏകാഗ്രതയോടെ നിങ്ങൾ ജപിക്കണം. 3 മണിക്കൂർ മുൻപും 3 മണിക്കൂർ വരെയും ദേഷ്യം, അനാവശ്യമായ സംസാരം പാടുള്ളതല്ല. 1 വർഷം മുഴുവൻ നിങ്ങൾക്ക് സൗഭാഗ്യം വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. തീർച്ചയായും ഈ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. നാളെ ഈ വസ്തുക്കൾ കണി കാണുകയാണ് എങ്കിൽ, ഉണർന്ന ആദ്യ 24 മിനിറ്റിനുള്ളിൽ കണി കാണുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. വർഷം മുഴുവൻ സൗഭാഗ്യം വന്നു നിറയും. ആ വസ്തുക്കളെ കുറിച്ച് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേതായ വസ്തു തുളസിയാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ കണി എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയെ കണി കാണുക എന്നതാണ്. മഹാലക്ഷ്മി ചിത്രമുണ്ട് എങ്കിൽ നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം ദേവിയുടെ ചിത്രം കണി കാണുന്നത് ഏറ്റവും ശുഭകരമാണ്. ഇഷ്ടദേവത അല്ലെങ്കിൽ മറ്റ് ദേവതാ ചിത്രങ്ങൾ കാണുന്നതും ശുഭകരമാകുന്നു. കൂടാതെ നിറകുടം, പാൽ കണി കാണുന്നതും, അതായത് തിളച്ച് തൂകിയതായ പാൽ കണി കാണുന്നതും സ്വർണം കണി കാണുന്നതും വിശേഷം തന്നെയാകുന്നു. ഞാൻ ഈ പരാമർശിച്ച വസ്തുക്കളിൽ ഏതെങ്കിലും ഒരു വസ്തുവിനെങ്കിലും നാളെ കണി കാണുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഒന്നും കണി കാണുവാൻ സാധിച്ചില്ല എങ്കിൽ ആകാശമാണ് എങ്കിലും കണി കാണുന്നത് ഏറ്റവും ശുഭകരമാണ്.